നമ്മുടെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദഭാഗം. അപ്പോസ്തല പ്രവൃത്തി 2:1 മുതൽ 4 വരെ. ദൈവസഭയുടെ ആരംഭം. പുതിയ നിയമസഭ കർത്താവിൻ്റെ പുനരുത്ഥാന ശേഷം ഒരു സഭയായി കൂടി വന്ന് അവരൊരുമിച്ച് ദൈവത്തെ ആരാധിച്ച് അവർക്ക് ദൈവമക്കളെന്ന ഒരു പ്രത്യേകമായൊരു ഐഡൻറ്റിറ്റി സമൂഹം നൽകുകയും അങ്ങനെ ഒരു കൂട്ടമായി അവർ മാറുകയും ചെയ്യുന്ന ആരംഭമാണ് നമ്മളിപ്പോൾ വായിച്ചത്. കർത്താവ് പറഞ്ഞിരുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയാൽ ഞാൻ കാര്യസ്ഥനെ നിങ്ങളുടെ ഇടയിൽ അയക്കും. ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ നിങ്ങളെ എങ്ങനെ ഉപദേശിച്ചോ അതുപോലെ ഈ കാര്യസ്ഥൻ നിങ്ങളെ ഉപദേശിക്കും. സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. വാഗ്ദത്തം എന്ന പദത്തിന് നാളെ നമുക്ക് കിട്ടാൻ പോകുന്ന ഭൗമിക നന്മകളാണ് വാഗ്ദത്തമെന്നും തലമുറകൾക്ക് കിട്ടാൻ പോകുന്ന കുറെ നന്മകളാണ് വാഗ്ദത്തമെന്നും വ്യാഖ്യാനിക്കുന്നതിനോടൊപ്പം ഇങ്ങനെയുമുള്ള വാഗ്ദത്തങ്ങളെ നമ്മൾ മറന്നു പോകരുത്. ഞാൻ പോയാൽ പരിശുദ്ധാത്മാവിനെ തരുമെന്ന വാഗ്ദത്തം. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്ന വാഗ്ദത്തം നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി നാം കാത്തിരിക്കുന്നു. വാഗ്ദത്തം നിവർത്തിക്കാൻ കർത്താവ് താമസിക്കുന്നത് ചിലർ കൂടെ നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടേണ്ടതിനാണ്. അപ്പൊ വാഗ്ദത്തം എന്നത് നാളെ ഞാൻ പ്ലെയിനെ കയറുമോ ഇല്ലയോ എന്നുള്ളതല്ല. വാഗ്ദത്തം എന്നത് എൻ്റെ കർത്താവ് മടങ്ങി വരുമെന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ഒരു ആത്മീക ലോകത്തിൽ വാഗ്ദത്തം എന്നത് ഇന്ന് കാണാൻ പറ്റുന്നതും നാളെ കിട്ടുന്നതുമായ ഭൗമിക കാര്യങ്ങളിലേക്ക് കാഴ്ചപ്പാട് മങ്ങിപ്പോയിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവമക്കൾക്ക് പറയാനുള്ളത്, എനിക്ക് നാളെ എന്ത് കിട്ടുമെന്ന വാഗ്ദത്തമല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം ഉന്നതമായ ചില വാഗ്ദത്തങ്ങളാണ്. ആ വാഗ്ദത്തങ്ങളാണ് നിലനിൽക്കുന്നത്. ആ വാഗ്ദത്തങ്ങളാണ് നമുക്ക് സന്തോഷം തരുന്നത് യഥാർത്ഥ ആത്മീകർക്ക്. അപ്പൊ കർത്താവിന്റെ പുനരുത്ഥാനം സംഭവിച്ചതിന് ശേഷം ശിഷ്യന്മാരെല്ലാവരും കൂടി നിൽക്കുമ്പോൾ കർത്താവ് സ്വർഗത്തിലേക്ക് കരേറി പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ ആരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് ശാരീരികമായി കർത്താവ് അവരുടെ കൂടെ ഇല്ല. പക്ഷേ കർത്താവിൻ്റെ സാന്നിധ്യം അവർ അനുഭവിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിലാണ്. കർത്താവ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ കൃത്യസമയത്ത് ഓരോ കാര്യങ്ങളും നേടുവാൻ, നോക്കുവാൻ, പഠിക്കുവാൻ കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലാമായിരുന്നു.
എന്നാൽ ഇനി അവർ ചെയ്യേണ്ടത് അവരെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ അടുക്കലേക്ക് ചെല്ലണം. ഇത് പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നതിന്റെ കാരണം, എവിടെയൊക്കെയോ വെച്ച് പരിശുദ്ധാത്മാവിലുള്ള ആശ്രയം നമുക്ക് കുറഞ്ഞു പോകുന്നു എന്നൊരു ഭാരം. ത്രിയേക ദൈവം, പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം, 3 ദൈവങ്ങളല്ല, ഒരു ദൈവത്തിലെ 3 വ്യക്തികൾ. ഞാനൊരു മനുഷ്യനാണ്, എന്നിൽ ഒരു വ്യക്തിയേ ഉള്ളൂ, പക്ഷെ ദൈവം ദൈവമാണ്. ദൈവത്തിൽ 3 വ്യക്തികളുണ്ട്, ഏകനായ ദൈവം. ഈ മർമ്മം മനസ്സിലാക്കാൻ നമ്മുടെ കണ്ണ് ദൈവം തുറന്നു എന്നതേ ഉള്ളൂ. പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ബുദ്ധി കൊണ്ട് സാധിക്കില്ല. നോഹയുടെ പെട്ടകം ചിലപ്പോൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. ചെങ്കടലിൽ കൂടെ നടന്നത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ഒരിക്കൽ ഒരാള് ബുദ്ധി കൊണ്ട് ചിന്തിച്ചേച്ച് ഇങ്ങനെ പറഞ്ഞു, ചെങ്കടൽ എന്ന് പറയുന്ന മഹാസമുദ്രം പോലെയുള്ള നദിയിൽ ചില ഭാഗങ്ങളുണ്ട്, അവിടെ ആളുകൾക്ക് നടന്നു പോകാവുന്ന അത്ര വെള്ളമേ ഉള്ളൂ. അങ്ങനെ ഒരു സ്ഥലത്തൂടെയാണ് ഇസ്രായേൽ മക്കൾ നടന്നു പോയത് എന്ന് പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരിക്കും റെഡ് സീ, ചെങ്കടൽ എന്നുള്ളത് വന്നിരിക്കുന്നത് റീഡ് സീ എന്ന പദത്തിൽ നിന്നാണ്. റീഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ വളരുന്ന ഒരു തരം സസ്യമാണ്, അതിൻ്റെ പേരിലാണത് വന്നത്. അപ്പം കാലിൻ്റെ കണ്ണ് വരെ വെള്ളമുള്ള സ്ഥലത്തൂടെയാണ് ഇസ്രായേൽ മക്കൾ അക്കരെ കടന്നതെന്ന് പറഞ്ഞപ്പോൾ ആ ചർച്ചിലിരുന്നൊരു അമ്മച്ചി നീട്ടി ഉച്ചത്തിൽ ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ഈ പ്രസംഗം ചോദിച്ചു, എന്തിനാ അമ്മച്ചി ഇപ്പൊ ഹല്ലേലൂയ പറഞ്ഞു? ഞാൻ പറഞ്ഞത് ചെങ്കടൽ വിഭജിച്ചിട്ടില്ല, അവര് ചുമ്മാ ഇച്ചിരി വെള്ളത്തിലൂടെ നടന്നു പോയതാന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു, മോനെ, ആ ഇച്ചിരേം വെള്ളത്തിൽ ഫറവോനെയും അവന്റെ രഥങ്ങളെയും ദൈവം മുക്കി കൊന്നതോർത്തിട്ടാ ഞാൻ ദൈവത്തെ സ്തുതിച്ചതെന്നാണ്. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലൊന്നും പലതും പിടികിട്ടുമില്ല. എരിഹോ കോട്ടയുടെ ചുറ്റും നടന്ന് ആർപ്പിടുമ്പോൾ കോട്ട വീഴുന്ന ആർക്കും മനസ്സിലാവും. എന്തിനേറെ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ചോദിച്ചാൽ പറഞ്ഞു തരും, എൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടാതിരുന്ന എൻ്റെ ജീവിത സാഹചര്യത്തിൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നു. ഈ ഉത്തരമാണ് എനിക്ക് തരാനുള്ളത്. ഇതെങ്ങനെ നടന്നു? ഈ ചടങ്ങ് എങ്ങനെ തീർന്നു? ഈ അടുത്ത സ്റ്റെപ്പിലേക്ക് എങ്ങനെ കാലെടുത്തു? എങ്ങനെ നീ മുന്നോട്ട് പോയെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരറിവുമില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, എൻ്റെ അറിവിന്റെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. മാനുഷിക ബുദ്ധിക്ക് അപ്പുറത്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ വരുവാൻ വേണ്ടി ഇവർ വെയിറ്റ് ചെയ്തു. അപ്പൊ ഇവരെല്ലാവരും കൂടെ മർക്കോസിന്റെ മാളിക മുറി എന്നറിയപ്പെടുന്ന ഒരു മാളിക മുറിയിൽ ഒരുമിച്ച് കൂടിയിരുന്നു. ഇവർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവേ ഞങ്ങളെ നിറയ്ക്കണമേ, യേശു കർത്താവ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. ഇവരിങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തില് യേശുവിന്റെ അമ്മയും ഉണ്ടായിരുന്നു. ശിഷ്യന്മാരെല്ലാവരും 14-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തി 1:14, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടി ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം, ഞാനാണ് ഇനി ദേവി, നിങ്ങളെല്ലാവരും എന്നെ ആരാധിക്കുന്നു പറഞ്ഞ് നിൽക്കുകയല്ലായിരുന്നു എന്ന് കത്തോലിക്കർ ചെയ്യുന്ന പോലെ. ആകാശരാജ്ഞി എന്ന പേരെടുത്തൊന്നും മറിയൊന്നും ചെയ്തിട്ടില്ല. മറിയ ചെയ്തത് മറ്റ് ദൈവമക്കളെ പോലെ, മറ്റ് ശിഷ്യരെ പോലെ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കുകയാണ് ചെയ്തത്. ഇവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ പെട്ടെന്ന് 2-ാം അധ്യായം 2-ാം വാക്യം, കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഒരു വലിയ ശബ്ദം, വലിയൊരു മുഴക്കം, ഭയങ്കര കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് ഒരു മുഴക്കം വന്ന് അവരിരുന്ന വീട് മുഴുവനും നിറച്ചു. എന്നിട്ട് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ
നമ്മൾ തീയെ വരയ്ക്കുമ്പോൾ അങ്ങനെ വരയ്ക്കുന്നത്, അഗ്നി വരയ്ക്കുമ്പം, തീ വരയ്ക്കുമ്പം പിളർന്നിരിക്കുന്ന നാവ് പോലെയാണ് തീയുടെ ജ്വാലകൾ കാണപ്പെടുന്നത്. അപ്പൊ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തീയുടെ ജ്വാലകൾ പോലെ അവിടെ പ്രത്യക്ഷമായി. ഈ ജ്വാല അവരിൽ ഓരോരുത്തരുടെ മേൽ വന്നങ്ങ് പതിഞ്ഞു. അതൊരു ദർശനമായിരുന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആ ഭാഗം ഇവിടെ ആവർത്തിച്ച് പറയണമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ആവശ്യപ്പെട്ടു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിനോട് നാം ഏറ്റവും അടുത്തിരിക്കുന്ന ഈ അന്ത്യനാളുകളിൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഇതുവരെ നിങ്ങൾ അന്യഭാഷ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കണം, എൻ്റെ ദൈവമേ, എൻ്റെ നാവിൽ അന്യഭാഷ തരണമേ. ഇതിനു വേണ്ടി ഒരു കൊതിയുണ്ടാകണം നിങ്ങൾക്ക്. ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയാമോ? ചിലർ വിചാരിക്കും ഇത് എനിക്കുള്ളതല്ല. ദൈവമക്കളെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. അവരും ഇവരും വലിയ പ്രാർത്ഥിക്കുന്നവർ, അതുകൊണ്ടാണ് അവർ അന്യഭാഷ പറയുന്നത്. ഞാനൊന്നും അത്രയ്ക്കായിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അന്യഭാഷ കിട്ടില്ല. നിങ്ങളുടെ ചിന്തയാണത്. നിങ്ങൾക്കിത് കിട്ടും. നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ കിട്ടും. ഹല്ലേലൂയ. ഇത് ഞാൻ ഊന്നി പറയാനുള്ള കാരണം, ഈ 2-ാം അധ്യായം കഴിഞ്ഞ് മുന്നോട്ട് പോകും 10-ാം അധ്യായം ഉണ്ട്. നിങ്ങൾ പിന്നീട് 10-ാം അധ്യായം വായിച്ചു നോക്കണം. അവിടെ ജാതീയനായൊരു മനുഷ്യൻ, കൊർന്നല്യോസ് എന്നാണ് പേര്, റോമാക്കാരനെ, ഇസ്രായേൽക്കാരനെ അല്ല, നന്നായി പ്രാർത്ഥിക്കും, ദൈവത്തോട് അടുത്ത് നിൽക്കും. ദൈവമേ, അങ്ങയുടെ വചനം എന്നെ കേൾപ്പിച്ചു തരണമേ, ഞാൻ കാത്തിരിക്കുകയാണെന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ പത്രോസ് ആണെങ്കിൽ വേറൊരു സ്ഥലത്തിരിക്കുക. പത്രോസ് അവിടെ ഇരിക്കുന്നിടത്ത് ഒരു ദർശനമൊക്കെ കണ്ടു. ദർശനത്തിൻ്റെ ഒടുവിൽ ഈ കൊർന്നല്യോസ് വിട്ട ആൾ അവിടെ വന്നു, പത്രോസിനെ വിളിച്ചോണ്ട് പോയി. ദൈവത്തെ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ജാതികളായ കൊർന്നല്യോസും വീട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം കൂടി ഇരിക്കുന്ന സദസ്സിൽ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം പത്രോസ് പ്രസംഗിച്ചു. പത്രോസ് പ്രസംഗിച്ചത് നിങ്ങൾക്കിതാ പൈസ കിട്ടാൻ പോകുന്നു എന്നല്ല. പത്രോസ് പ്രസംഗിച്ചത് നിങ്ങൾക്ക് കാറും വീടും കിട്ടാൻ പോകുന്നു എന്നല്ല. പത്രോസ് പ്രസംഗിച്ചത് യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ചായിരുന്നു. ക്രൂശിനെയും ഉയർപ്പിനെയും രക്ഷയെയും കുറിച്ചായിരുന്നു പ്രസംഗിച്ചത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ. ശ്രദ്ധിച്ചു കേട്ടോണം. ഇതുവരെ നിങ്ങൾ അന്യഭാഷ പറയാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ആദ്യം നിങ്ങളുടെ അകത്തൊരു കൊതിയുണ്ടാകട്ടെ. വചനം കേട്ടോണ്ടിരിക്കുമ്പോഴായിരിക്കാം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിന്ന് അന്യഭാഷ പൊങ്ങി വരുന്നത്. അതാണ് അവിടെ സംഭവിച്ചത്. അവർ വചനം കേട്ടോണ്ടിരുന്നപ്പം അവരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവർ അന്യഭാഷ പറഞ്ഞു. പരിശുദ്ധാത്മാവ് നിറഞ്ഞെങ്കിൽ അന്യഭാഷ പറഞ്ഞാലേ പറ്റുള്ളൂ. മുടന്ത ന്യായം അവിടെ നിൽക്കട്ടെ, തർക്ക വിഷയം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് തർക്കിക്കാനല്ല, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ആഗ്രഹത്തെക്കുറിച്ചാണ്. ഇവിടെ ഇന്ന് എൻ്റെ ഈ പറയുന്ന ഈ വചനങ്ങൾ കർത്താവ് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയമുള്ളവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇതുവരെ അന്യഭാഷ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അന്യഭാഷ പറയണം. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം 6-ാമത്തെ വാക്യം. കുറേ ആളുകൾ അവർ ക്രിസ്തുവിനെ കേട്ടു, അവർ മാനസാന്തരപ്പെട്ടു, അവർ സ്നാനപ്പെട്ടു. അതിൻ്റെ 6-ാമത്തെ വാക്യം. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അപ്പൊ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു. അന്യഭാഷ എന്ന് പറഞ്ഞ് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ.
നമുക്കറിയാത്ത, നമുക്ക് അന്യമായ ഒരു ഭാഷയിൽ നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ നമ്മൾ പരിശുദ്ധാത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുക. അതൊരു വാക്കായിരിക്കാം, അതൊരു വാക്യമായിരിക്കാം, അത് ദൈവത്തെ മഹത്വീകരിക്കുന്ന പദങ്ങളായിരിക്കാം. അതിനെക്കുറിച്ചൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മൾ അന്യഭാഷ പറയുന്നു എന്നാണ് നമ്മുടെ വിഷയം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഏതുമില്ലെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം മനുഷ്യരുടെ ഭാഷയല്ലായിരിക്കാം, ചിലപ്പോൾ ദൂതന്മാരുടെ ഭാഷയായിരിക്കാം. അതുകൊണ്ട് പറയുന്ന എല്ലാ ഭാഷയും ആർക്കെങ്കിലുമൊക്കെ തിരിച്ചറിയണമെന്ന് വാശി പിടിക്കരുത്. മുടന്തൻ ന്യായം മാറ്റിവെക്ക്. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാ പാസ്റ്ററെ ഇത്രയും കാര്യമായിട്ട് ഈ അന്യഭാഷ പറയണമെന്ന് പറയുന്നത് എന്തിനാണ്? എന്തിനാണ് ഇത്ര കാര്യമായിട്ട് ആത്മാവിനെ പ്രാപിക്കണമെന്ന് പറയുന്നത് എന്തിനാണ്? അതിന്റെ കാരണം കൂടെ ഞാൻ പറയാം. ഒരു വാക്യം ഞാൻ പറയാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ. സ്തോത്രം. എന്തിനാണെന്നറിയാവോ? നമ്മൾ അന്യഭാഷ പറയുകയും ആത്മാവിൽ ജീവിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം, ആത്മാവിനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം, ആത്മാവിനോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിന് വേണ്ടി കൊതിക്കുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? നമ്മളോട് പരിശുദ്ധാത്മാവ് ചിലപ്പോഴൊക്കെ വാദിക്കും. ഹല്ലേലൂയ. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷ്യം നമ്മെ ശുദ്ധീകരിക്കുക. ഒരിഞ്ച് നീ പുറകോട്ട് പോകുമ്പോൾ ദൈവത്തിലെ ആദ്യം സംഭവിക്കുന്നത് അന്യഭാഷ പറയാനുള്ള പ്രാഗൽഭ്യം പോകും. സ്ഥിരമായി അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന ഒരു ദൈവത്തിന് ചിലപ്പോൾ ഒരു ഭാഷയല്ലായിരിക്കാം, പല ഭാഷകൾ ദൈവം കൊടുക്കും. ചിലപ്പോൾ ഇന്ന് പറയുന്ന ഭാഷ ആയിരിക്കില്ല നാളെ പറയുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഓരോ ദിവസങ്ങളും പരിശുദ്ധാത്മാവിനെ കേൾക്കാൻ പറ്റും. അവരുടെ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവോട് ഇടപെട്ടുകൊണ്ടിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ചില വാദപ്രതിവാദങ്ങൾ നടക്കും. ഹല്ലേലൂയ. ഞാൻ പഞ്ചാബിലായിരുന്നപ്പോൾ ഞങ്ങൾ പോയ ചർച്ച്, ആ ചർച്ചിലെ പാസ്റ്റർ വർഷങ്ങളോളമായിട്ട് ആ ചർച്ചിൻ്റെ പണി ഒരു വശം പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിങ്ങനെ വാർക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് തീർന്നിട്ടില്ല. അപ്പോൾ അത് പുള്ളി ഞങ്ങൾ ചെന്നപ്പോൾ പറയുന്ന പറച്ചിൽ ഇതാണ്, പാസ്റ്റർമാരെ ഞങ്ങൾ കുറേ ആഴ്ചകളായിട്ട് ഇതിൻ്റെ കമ്പി കെട്ടാൻ ആളെ കിട്ടുന്നില്ല, ഇതിൻ്റെ തട്ടടിച്ച് വെച്ചിരിക്കുക, ഇനി കമ്പി കെട്ടാൻ ആളെ കിട്ടുന്നില്ല, ഇതിൻ്റെ വാർക്കാൻ ആളെ കിട്ടുന്നില്ല. അതിനുവേണ്ടി ഞാൻ ഒത്തിരി ചോദിക്കും, ആരും വരത്തില്ല, ഞാനിനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളെല്ലാം ഇങ്ങനെ ടെറസിൻ്റെ ബാക്കി ഭാഗത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നിൽക്കുന്ന സമയത്ത് ടീമിലുള്ള ഒരാളോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ഇപ്പോൾ ഈ പാസ്റ്ററോട് പറയണം ഈ ആഴ്ചയിൽ തന്നെ ഇത് നടക്കുമെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അത് എൻ്റെ ചിന്തയായിരിക്കും. പുള്ളി മിണ്ടിയില്ല. പുള്ളി തിരിച്ച് റൂമിൽ വന്നു. അന്ന് രാത്രി പുള്ളി ഇങ്ങനെ കിടന്നുറങ്ങാൻ നേരത്ത് വീണ്ടും പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആ ദൈവദാസനോട് ഞാൻ പറഞ്ഞു, നീ പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടത് നടന്നില്ലെങ്കിലും. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ കേൾക്കുന്നത് ഈ പാസ്റ്റർ ഓടി വന്നറിയാം, പാസ്റ്റർമാരെ ഞാൻ വിളിച്ച ആൾക്കാരിപ്പോൾ എന്നെ വിളിക്കുകയാണ്, കമ്പി കെട്ടാൻ ഇന്ന് വൈകുന്നേരം ആൾ വരുമെന്ന് പറഞ്ഞു. വാർക്കക്കാരൻ പറഞ്ഞു, നാളെ ഞാൻ വന്ന് വാർക്കട്ടെ എന്ന് ചോദിച്ചു. നമുക്കതങ്ങ് ചെയ്താലോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമ്മുടെ ക്ലാസ് ഒരു ദിവസത്തേക്ക് നമുക്ക് ബ്രേക്ക് എടുക്കാം, ഈ പണി നടക്കട്ടെ. ചിലപ്പോൾ അതായിരിക്കാം ഞങ്ങളിവിടെ വന്നതിലൂടെയുള്ള ദൈവപ്രവൃത്തി. ഈ പണി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഈ മനുഷ്യൻ്റെ അകത്ത് അടുത്ത ശബ്ദം, ഞാൻ പറഞ്ഞത് നീ ആ ദൈവദാസനോട് പറഞ്ഞില്ല, അതിന് നിനക്കൊരു ശിക്ഷയുണ്ട്. ഈ മനുഷ്യൻ ഇത് ആരോടും മിണ്ടുന്നില്ല. പുള്ളി ഭയങ്കര ശാരീരിക പ്രശ്നമായി കിടപ്പായി. അപ്പോൾ ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം പുള്ളി എന്നോട് ഷെയർ ചെയ്തു, ഇങ്ങനൊരു കാര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഓടിച്ചെന്ന് ആ പാസ്റ്ററോട് ക്ഷമ ചോദിക്ക്, കാര്യം പറയാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ചെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം എഴുന്നേറ്റു, അദ്ദേഹം ഹീലായി.
എനിക്ക് അവിടുന്ന് മനസ്സിലായ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ആദ്യമായിട്ടാണ് സുവിശേഷ പ്രവർത്തനത്തിന് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തെ ദൈവം ഇങ്ങനെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ദുബായിലെ സിറ്റി ബാങ്കിൻ്റെ മാനേജരായിരുന്നയാളും ദുബായിലെ കിങ്ങിൻ്റെ മകനെ വരെ അടുത്തറിയാവുന്ന ഒരാളുമായിരുന്നു. പക്ഷെ അദ്ദേഹം എല്ലാം നഷ്ടപ്പെട്ടവനായി, എല്ലാം തകർന്നവനായി ഒടുവിൽ നാട്ടിൽ വന്ന് ഇപ്പം കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞങ്ങളുടെ കൂടെ വന്നതാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ മിഷൻ ട്രിപ്പിലൂടെ ദൈവം ആഗ്രഹിച്ചത് വേറൊന്നും ആയിരിക്കത്തില്ല. ദൈവ ശബ്ദം കേട്ടാൽ അതിന് അതുപോലെ അനുസരിക്കാനുള്ള ലെസനായിരിക്കാം ഈ ട്രിപ്പിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇത് നമ്മുടെ ദിനംതോറുമുള്ള ജീവിതമാകട്ടെ ദൈവമക്കളെ. മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. ഇന്നിവിടെ ഇരിക്കുന്നവരോട് ഞാൻ ആവർത്തിച്ച് പറയുക, ഒരു പാപം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ആ പാപത്തിലേക്ക് നിന്റെ ചിന്തകൾ പോകുമ്പോൾ, അടുത്ത സെക്കൻഡിൽ അരുതേ എന്ന് കേൾക്കുന്നൊരു ശബ്ദമില്ലേ, അത് പരിശുദ്ധാത്മാവിന്റെ ശബ്ദമോ. പിന്നെ നമ്മുടെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചങ്ങോട്ട് വാദിക്കും. നമ്മൾ എന്തൊക്കെയാ വാദിക്കുന്നത് അറിയാമോ? അങ്ങനെയൊക്കെ ജീവിക്കാൻ ഇപ്പൊ ആൾക്കാർക്ക് പറ്റുമോ? ചെറുപ്പക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നേക്കാം, ഡിഗ്രി ഒന്ന് കഴിയട്ടെ കർത്താവേ, ഞാൻ നന്നായിക്കോളാം. അവരൊരിക്കലും നന്നാവത്തില്ല. വേറെ ചിലർ പറയുന്നത്, ഈ പ്രായത്തിലല്ലേ അടിച്ചു ഒളിക്കാൻ പറ്റത്തുള്ളൂ കർത്താവേ, കർത്താവിന് അറിയാൽ. ഇനി അതും പോട്ടെ, ചിലർ തെറ്റും പാപവും ചെയ്തിട്ട് വന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇതൊക്കെ ഈ ചിന്തകളൊക്കെ കർത്താവ് തന്നെയല്ലേ നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്നത്, അതിനും കർത്താവിനിരിക്കട്ടെ. വാദങ്ങളാണ്. നമുക്കറിയാം ഈ വാദങ്ങളൊന്നും വിലപ്പോവില്ല. നമ്മെ മുറ്റുമായി അറിയുന്ന, നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അറിയുന്ന, രാവും പകലും അറിയുന്ന, സമുദ്രത്തിന്റെ അറ്റത്ത് എന്നാലും അവിടെയും തേടി വരുന്ന അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ള കർത്താവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ വാദങ്ങളൊന്നും വിലപ്പോവില്ല. ആ മുടന്ത ന്യായങ്ങൾക്ക് മറുപടി പോലും പറയാതെ കർത്താവ് നമ്മെ തുറിച്ചു നോക്കിക്കൊണ്ട്, ഉറ്റു നോക്കിക്കൊണ്ട് നിൽക്കുക. എവിടം വരെ വാദിക്കുമെന്ന് അറിയാനായിരിക്കാം. പിന്നെ ഡാമേജ് സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് തൂമ്പ പിടിച്ച് കളിച്ചാൽ തഴമ്പുണ്ടാവും. പിന്നെ തൂമ്പ പിടിച്ച് കളിച്ചാലൊന്നും കൈക്ക് ഒരു കുലുക്കുമില്ല. ഇതുപോലെ മനസാക്ഷി. അരുതേ എന്നൊരു ശബ്ദത്തിന്റെ മുൻപിൽ നമ്മൾ തിരിച്ചങ്ങോട്ട് വാദിച്ചു, പിന്നെ വാദിച്ചു. ഒരു 100 തവണ വാദിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പിന്നെ ആ വിഷയത്തിൽ നമ്മോട് വാദിക്കുന്നുണ്ടെങ്കിലും അത് കേൾക്കാൻ നമുക്ക് സാധിക്കാതായി പോയി. അതിന്റെ പേരാണ് പാപത്തിൽ മരിച്ച അവസ്ഥ. അങ്ങനെ സംഭവിച്ച ഒരു വ്യക്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു. 51-ാം സങ്കീർത്തനത്തിൽ അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ, സങ്കീർത്തനങ്ങൾ 51:10, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. എന്താ പ്രാർത്ഥന എന്നറിയാമോ? കർത്താവേ, എൻ്റെ ഹൃദയത്തിനകത്തൊരു ഡാമേജ് പറ്റി. ഡാമേജ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങ് പറയുന്നുണ്ടേലും എനിക്ക് കിട്ടുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല. എനിക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. ഹൃദയം കല്ലിച്ചു പോയി. ഇപ്പൊ നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലാത്ത റൂട്ടിൽ നിങ്ങൾ പോവുകയാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ GPS നമ്മുടെ ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്തിട്ടാണ് നിങ്ങൾ പോകുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ലൊക്കേഷൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾ എന്തെല്ലാം കളി കളിച്ചാലും നിങ്ങൾ പോകേണ്ട സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുപോകില്ല. കാരണം ഈ ലൊക്കേഷൻ ഓൺ ചെയ്താലേ ഇതും ഉപഗ്രഹവും തമ്മിലൊരു ബന്ധം വരത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് നമ്മൾ എന്തെല്ലാം ഒച്ചപ്പാടുണ്ടാക്കിയാലും, നമ്മൾ എന്തെല്ലാം ചെയ്താലും നമുക്ക് വ്യക്തമായിട്ട് അറിയാം, എൻ്റെ ഹൃദയം അന്യപ്പെട്ടു പോയി, എൻ്റെ ഹൃദയം കല്ലിച്ചു പോയി. എനിക്ക് കരയാൻ പറ്റുന്നില്ല, ദൈവത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ എൻ്റെ ഹൃദയത്തിനൊരു തകർച്ചയില്ല.
നമ്മുടെ പ്രാർത്ഥന ഇതാകട്ടെ, എൻ്റെ ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഇടയ്ക്കിടയ്ക്ക് വിട്ടേച്ചു പോകുന്നത് പോലെയല്ല, ഇടയ്ക്കിടയ്ക്ക് ഉപേക്ഷിച്ചു പോകുന്നത് പോലെയല്ല, ഇടയ്ക്ക് വീണു പോകുന്ന അവസ്ഥയല്ല, സ്ഥിരമായി എല്ലാ ദിവസവും ഒരേ അളവിൽ അങ്ങയോട് അടുത്ത് നിൽക്കാൻ എന്നെ സഹായിക്കണമേ. ഇല്ലെങ്കിലത്തെ പ്രശ്നം എന്നാണെന്നറിയാമോ? ദൈവത്തിന് പറയാൻ എപ്പോഴും ആഗ്രഹമുണ്ട്, നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ആ വഴി തെറ്റാണ്, ഇത് ദൈവം പറയുന്നുണ്ട്, പക്ഷെ ആത്മസാന്നിധ്യം അനുഭവിക്കാത്ത വ്യക്തിക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരു അപകട കെണിയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുൻപേ നീ അത് ചെയ്യരുത് എന്ന് പറയുന്ന ശബ്ദം അത് കേൾക്കാൻ പറ്റുന്നില്ല. കണക്ഷൻ നഷ്ടപ്പെട്ടു പോയി, ബന്ധം നഷ്ടപ്പെട്ടു പോയി. അതെ, ഇന്ന് പകൽ ആവർത്തിച്ച് ഞാൻ പറയാം, ഇതുവരെ അന്യഭാഷ പറഞ്ഞ് നീ ആരാധിച്ചിട്ടില്ലെങ്കിൽ ഒരു തീരുമാനം ഇന്നെടുക്കണം. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എല്ലാ ദിവസങ്ങളും എനിക്ക് അന്യഭാഷ പറഞ്ഞ് എന്റെ കർത്താവിനെ ആരാധിക്കണം. എന്തിന്? ഒരു വാക്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിന്റെ 38 വാക്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിന്റെ 38 വാക്യമുണ്ട്. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. ഗുണം എന്നാന്നറിയാമോ? കാരാഗ്രഹത്തെ കൊണ്ടിട്ടാലും അവിടെയും ആത്മസാന്നിധ്യത്തിൽ നിൽക്കും. ഗുണം എന്നാന്ന് വെച്ചാൽ സകലരും ത്യജിച്ചു കളഞ്ഞാലും ഒരിഞ്ച് ആത്മസാന്നിധ്യത്തിൽ നിന്ന് പോകത്തില്ല. എത്ര വലിയ പ്രലോഭനം വന്നാലും അണുവിട ആത്മസാന്നിധ്യത്തിൽ നിന്ന് മാറില്ല. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിക്കുകയുണ്ടായി, ഈ മനുഷ്യൻ എന്തുകൊണ്ടായിരിക്കാം ഈ പൊത്തീഫറിന്റെ വൈഫിനെ ശാരീരികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണം ഈ മനുഷ്യനെതിരെ ഉന്നയിച്ചപ്പോൾ അടുത്ത സെക്കൻഡിൽ തലവെട്ടിക്കളയാണ് ചെയ്യുക. കാരണം പൊത്തീഫർ എന്ന് പറയുന്നയാള് ഫറവോന്റെ ഭയങ്കര ഒഫീഷ്യലാണ്. അങ്ങനെയുള്ള ഒഫീഷ്യലിന്റെ വീട്ടിലെ അടിമ, കൂലിക്കാരനല്ല, അടിമ. ഇതുപോലൊരു നീചകൃത്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അടുത്തത് തലവെട്ടിക്കളയുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതിനെ ഒരു മനുഷ്യൻ ചിത്രീകരിച്ചിരിക്കുന്നത് കണ്ടു. അതിങ്ങനെയാണ്, പൊത്തീഫർ ഈ യോസേഫിനെ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്, നമ്മൾ ആരും ചിന്തിക്കാത്തതാണ്. പൊത്തീഫർ ഈ മനുഷ്യനോട്, നിന്നെ ഞാൻ സകലത്തിനും വിചാരകനാക്കി, എന്നിട്ട് ഞാൻ ഈ കേൾക്കുന്നത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ ദൈവാത്മാവിൽ നിറഞ്ഞുകൊണ്ട് യോസേഫ് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യാത്തതിന്റെ കാരണം ഞാൻ ചെറുപ്പക്കാരനായതുകൊണ്ടല്ല, എനിക്ക് എല്ലാവിധ പ്രലോഭനങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം. അതിവിദഗ്ധമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാനും അതിനെ മൂടാനും ഒക്കെയുള്ള ശക്തിയും ബുദ്ധിയും ഒക്കെയുള്ള ഞാൻ ഈ കാര്യം നീചകൃത്യം ചെയ്യാതിരിക്കുന്നതിനൊരു കാരണമുണ്ട്, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം. ആ വാക്കിലാണ് പൊത്തിഫർ നടുങ്ങിപ്പോയത്. ആ മനുഷ്യൻ പറഞ്ഞു, ദൈവം എന്റെ ന്യായാധിപനായി ഉള്ളിടത്തോളം ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യില്ല. ഇതിന്റെ പേരിൽ എന്നെ കൊന്നാൽ ഞാൻ സന്തോഷത്തോടെ ആ വധശിക്ഷ സ്വീകരിക്കും. ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അവിടെയാ കാര്യം. ശത്രു ലജ്ജിക്കുന്ന കോൺഫിഡൻസ്, നിന്നെ തകർക്കാൻ
നിന്നെ പാറ്റിക്കളയാൻ, കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ ശത്രു നോട്ടമിടുമ്പോ അതിന്റെ നടുവിൽ തല ഉയർത്തി നിന്നുകൊണ്ട് നിന്നെ എതിർക്കുന്ന ഒരു സംഘം ആളുകളുടെ മുമ്പിൽ അഭിമാനത്തോടെ എനിക്കൊന്നറിയാം, ജീവിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവം എന്റെ വലങ്കരം പിടിച്ചിട്ടുണ്ട്. ഒരു നിമിഷം പോലും മാറാതെ ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ കീഴിൽ ജീവിക്കുന്നയാളാ ഞാന്. ഇത് പറയാൻ പ്രാഗൽഭ്യമുണ്ടെങ്കിൽ നിന്നെ ഉപദ്രവിക്കാൻ, നിന്നെ വീഴ്ച കളയുവാൻ ശ്രമിക്കുന്ന ശത്രു ലജ്ജിച്ചു പോകും, ലജ്ജിച്ചു പോകും. ഹല്ലേലൂയ. കാരണം ശത്രുവിന് ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പൊതുവെ പറയുന്ന കുറെ കാര്യങ്ങളല്ലേ, സാമ്പത്തികം അല്ലേ, അതിനെ ഇല്ലായ്മ ചെയ്യാനൊക്കെ ചിലപ്പോൾ ശത്രുവിന് ദൈവം അനുവാദം കൊടുക്കും. ആരോഗ്യം, അതിനൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ചിലപ്പോൾ ശത്രുവിന് ദൈവം അധികാരം അനുവാദം. തലമുറ ജ്ഞാനാവത്താക്കാൻ ഉൾപ്പെടെ ചിലപ്പോൾ പെർമിഷൻ കൊടുത്തെന്ന് വരാം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇയ്യോബിന്റെ സമ്പത്ത് മുഴുവനും തകർന്നു. അപ്പൊ ഇയ്യോബ് തോറ്റോ? പോരാട്ട സമ്പത്തിനോടായിരുന്നെങ്കിൽ ഇയ്യോബ് തോറ്റെന്നല്ലേ നമ്മൾ പറയേണ്ടത്. പക്ഷെ അവിടെ പറയുന്ന ഇയ്യോബ് ജയിച്ചെന്നാണ്. എന്ന് വെച്ചാൽ സമ്പത്ത് മുഴുവനും തകർന്നാലും ഇയ്യോബ് ജയിച്ചു നിന്നു. അപ്പൊ അതിന്റെ അർത്ഥം പോരാട്ടം സമ്പത്തിനോടല്ല, അതൊരു മുഖാന്തരമാ. പോരാട്ടം അവന്റെ വിശ്വാസത്തോടാ. സമ്പത്ത് മൊത്തം പോയാലും എന്റെ ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ ഞാൻ മാറില്ലെന്ന് പറയുന്നിടത്ത് പിശാച് ലജ്ജിച്ച് തല താഴ്ത്തുന്നത്. ഹല്ലേലൂയ. തലമുറ മുഴുവൻ ഇല്ലാതായപ്പോ പിശാച് ജയിച്ചെന്നാണോ അർത്ഥം? ഇല്ല. ആ യുദ്ധത്തിൽ പിശാച് തോറ്റു. എന്ന് വെച്ചാൽ തലമുറ ജ്ഞാനാവത്തായി പോയാൽ പോലും ആ മനുഷ്യൻ ദൈവവുമായിട്ട് അടുത്തു നിന്നപ്പോ പിശാച് ലജ്ജിച്ച് തല താഴ്ത്തി. പോരാട്ടം തലമുറയോടല്ല, നിന്റെ വിശ്വാസത്തോടാ. ആരോഗ്യം മുഴുവനും പോയപ്പോ തോറ്റ ഇയ്യോബിനെയാണോ? അല്ല. അവിടെ ഇയ്യോബ് ജയിച്ചു. കാരണം പോരാട്ടം അവന്റെ ആരോഗ്യത്തോടല്ല, അവന്റെ വിശ്വാസത്തോടാ. അതിലൊക്കെ ഉറച്ചു നിന്നപ്പോ ഈ നിന്ദിച്ച അപമാനിച്ച ശത്രുവിന്റെ മുന്നിൽ തന്നെ ദൈവമാനെ ആകാശമധ്യേ ഉയർത്തി മരുഭൂമിയിൽ വാടി തളർന്നിടുമ്പോ, ചേതനയറ്റു പതിച്ചിടുമ്പോ നിന്നെ തേടി വന്ന് ആകാശമധ്യേ ഉയർത്താൻ, ശത്രുവിനെ ലജ്ജിപ്പിക്കാൻ ഇടവരുന്നതിന്റെ കാരണം നിന്റെ പ്രാഗൽഭ്യമല്ലേ? Thank you Jesus. Hallelujah. നമ്മളത് ചിന്തിച്ചിട്ടുണ്ട്. ലാസർ വ്രണം പിടിച്ചവനായി കടന്നപ്പോഴും അവൻ സ്വർഗത്തിൽ പോയി. സ്വർഗത്തിൽ പോവാൻ മോശയും പ്രവാചകനും അകത്തുണ്ടായ ലാസറിന് അപ്പ കഷ്ണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട അതുപോലത്തെ തകർച്ചയുണ്ടായിട്ടും അവൻ ജയിച്ചു നിന്നു. ഇതിന് മുഖാന്തരം ഭൗമികമേ അല്ല, അകത്തുള്ള ആത്മീകതയാണ് ഇവിടുത്തെ കാര്യം. അത് ക്ലിയർ ആണെങ്കിൽ ബാക്കി നിന്റെ പുറകെ വരും. യുദ്ധക്കളത്തെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന ലോകത്തിന്റെ നടുവില് പരിശുദ്ധാത്മാവിൽ നിൽക്കാൻ, പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാൻ, പരിശുദ്ധാത്മാവിനോടൊപ്പം നടക്കാൻ, പരിശുദ്ധാത്മാവിന്റെ കൃപകൾ അനുഭവിക്കാൻ ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? ഈ സാക്ഷ്യമാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളെ ഒന്നും പഠിക്കാത്ത ഒരു കൊച്ചിനെ നല്ലൊരു ടീച്ചറിന്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് ആ ടീച്ചറിന് ഭീമമായ ഒരു വിലയും കൊടുത്തിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കും. ഓരോ ദിവസങ്ങളിലും ഈ ടീച്ചർ മെന്റർ ചെയ്യുന്നതിനനുസരിച്ച് ഈ കൊച്ചിന് മാറ്റമുണ്ടാകുന്നതാണ് നമ്മുടെ ആഗ്രഹം. ശരിക്കും പറഞ്ഞ പരിശുദ്ധാത്മാവിന് നമ്മളിൽ നൽകിയിരിക്കുന്ന ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നീ പഠിക്കുന്ന സ്കൂളിൽ നിന്റെ ക്ലാസ്സിൽ നിന്നെ കുറിച്ച് പറയണം, ദൈവാത്മാവുള്ള ഈ വ്യക്തിയെ പോലെ ഒരാളെ കണ്ടുകിട്ടുമോ? എന്തെല്ലാം അഴുക്ക് പറഞ്ഞാലും ഈ കൊച്ചിന്റെ വായിൽ നിന്നൊരു അഴുക്ക് വർത്താനം പറയില്ല. എങ്ങനെയൊക്കെ പ്രകോപിച്ചാലും ഈ കൊച്ചു തിരിച്ച് ദേഷ്യപ്പെടില്ല. എന്തെല്ലാം കവർന്നെടുത്താലും ഈ വ്യക്തി തിരിച്ചൊന്നും പറയില്ല. ഞാന് പഞ്ചാബിലായിരുന്നപ്പോൾ
ഞാൻ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞല്ലോ, 15 കോടി രൂപ താൻ മുട്ടിൻ്റെ സർജറിക്ക് വേണ്ടി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ തൻ്റെ ബിസിനസ് മുഴുവനും താൻ ഏറ്റവും വിശ്വസിച്ച ഒരാൾക്ക് പവർ ഓഫ് അറ്റോർണി എഴുതി കൊടുത്ത് അദ്ദേഹത്തിന് സകലവും കൊടുത്തിട്ട് മുട്ടിൻ്റെ സർജറി കഴിഞ്ഞ് തിരിച്ചു ചെല്ലാൻ വേണ്ടി വന്ന ഈ മനുഷ്യൻ സർജറി നടന്നതിൻ്റെ പിറ്റേ ദിവസം തനിക്ക് വാർത്ത കിട്ടി, ആ കമ്പനി മുഴുവൻ ആ മനുഷ്യൻ സ്വന്തമാക്കിയെടുത്തു. ഈ മനുഷ്യൻ തിരിച്ച് UAE കയറാതിരിക്കാൻ വേണ്ടി രാജ്യദ്രോഹ കുറ്റം വരുന്നൊരു കേസും കൊടുത്തു. ഈ മനുഷ്യൻ അവിടുന്ന് കർത്താവിൽ ആശ്രയിച്ച് കർത്താവ് അദ്ദേഹത്തോട് സംസാരിച്ച് അങ്ങനെയുള്ള അനുഭവങ്ങൾ പറഞ്ഞിട്ട് ഇത് അടിച്ചു മാറ്റിയ മനുഷ്യന് ഇത് നടത്താൻ അറിയില്ലായിരുന്നു. പതുക്കെ 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 നഷ്ടത്തിലേക്ക് പോയി 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 അവസാനം ഉള്ളതെല്ലാം കൂടെ വിറ്റ് ആ മനുഷ്യൻ തിരിച്ചു വന്നു. ഈ വ്യക്തി 15 കോടി രൂപ വഞ്ചിച്ചെടുത്ത ആ മനുഷ്യനെ കാണാൻ അയാളുടെ വീട്ടിൽ ചെന്നു. അദ്ദേഹം എന്നോട് പറയുക, അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തിന് പറയാൻ കുറേ വാദങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒന്നിനും മറുപടി പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തോട് അന്ന് കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ലജ്ജിച്ചോ എന്ന് ചോദിച്ചാൽ നാട്ടുകാർ പറയും നിനക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ എനിക്കൊന്നറിയാം, ഇതിനൊക്കെ അപ്പുറത്ത് എന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നത്, എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് എൻ്റെ ദൈവമായതുകൊണ്ട് ഒരുപക്ഷെ ഈ തീച്ചൂളയിലൂടെ ഞാൻ പോകണമെന്ന് ദൈവം തീരുമാനിച്ചതാണെങ്കിൽ എൻ്റെ ദൈവം എന്നെ രൂപപ്പെടുത്താൻ ഇത്രയും ഭീമമായ നഷ്ടമെന്ന് മനുഷ്യൻ പറയുന്നത് ആവശ്യമെങ്കിൽ ഞാൻ അതിനോട് യേശു പറഞ്ഞു. ശരിയാണ്, കേട്ട ഞങ്ങൾക്ക് പോലും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ഒരു സത്യമുണ്ട് ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഏറ്റവും വലിയ ശത്രു പോലും സാക്ഷ്യം പറയും, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരു മനുഷ്യനെ കണ്ടുകിട്ടുമോ? അതിനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സംശയാലുവായിരുന്ന തോമസിനെ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചപ്പോൾ ദൈവം തന്നെ നല്ല ശക്തനായ സാക്ഷിയാക്കി മാറ്റിയില്ലേ? എടുത്തുചാട്ടക്കാരനായ പത്രോസിനെ നമ്മൾ ഈ വായിച്ച അപ്പോസ്തല പ്രവൃത്തി 2 അനുഭവ ശേഷം തന്നെ എത്ര ശ്രേഷ്ഠനായ അപ്പോസ്തലനായിട്ട് കർത്താവ് രൂപപ്പെടുത്തിയില്ലേ? എന്തിനാണ് അന്യഭാഷ പറയുന്നത്? എന്തിനാണ് ഈ അഭിഷേകത്തിനായി കാത്തിരിക്കുന്നത്? ഉത്തരം, ഇതുവരെ നീ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നതിന്റെ പേഴ്സണൽ ലൈഫിലെ ചില വെല്ലുവിളികളെ അവൻ സ്വന്തം നീ നോക്കി നിൽക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് അതിജീവിക്കുന്നത് എങ്ങനെയെന്ന് കാണണോ? നീ അഭിഷേകം പ്രാപിക്കുക. ഇതുവരെ ആ ബലഹീനതയെ ജയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പലപ്പോഴും ചതിക്കുഴികളിൽ ചെന്ന് ചാടിക്കുന്ന അളവിൽ നമ്മുടെ സ്വഭാവത്തെ ബാധിച്ചിരിക്കുന്ന ഒരു കീടാണ് പോലെ വർഷങ്ങളോളമായി നീ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പാപത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ദൈവമൈതലാണെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് ക്ലെയിം ചെയ്യുമ്പോഴും വിടാതെ പിന്തുടർന്ന ആ കീടാണ് പോലെ ആത്മീക ജീവിതത്തെ കുത്തി കുത്തി അതിനെ കേടുവരുത്തുന്ന ആ കീടാണുവിനെ ജയിക്കാൻ നീ പരമാവധി ശ്രമിച്ചിട്ടു നിനക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഇന്നു പകൽ ഞാൻ വിളിച്ചു പറയാം, നീ അന്യഭാഷ പറയണോ, നീ അഭിഷേകം പ്രാപിക്കണോ. പത്രോസിനെ രൂപപ്പെടുത്തിയ, തോമസിനെ രൂപപ്പെടുത്തിയ, ഓരോ അപ്പോസ്തലന്മാരെ രൂപപ്പെടുത്തിയ ഈ പരിശുദ്ധാത്മാവ് ആ ബലഹീനതയെന്ന് നീ വിളിക്കുന്ന പാപത്തെ ജയിക്കാൻ നിന്നെ പര്യാപ്തപ്പെടുത്തുമെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുക. കർത്താവിന്റെ വരവെങ്കിൽ തേജസ്സിനും മാനത്തിനും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കുമായി ഏറ്റുപറയുന്നത് സാക്ഷ്യമായി നിന്റെ സ്വകാര്യ ജീവിതം, വ്യക്തിപരമായ ജീവിതം രൂപപ്പെടണമെങ്കിൽ അന്യഭാഷ പ്രാപിക്കുക. ഈ ശിഷ്യന്മാരുണ്ടല്ലോ, തൊട്ടുപുറകിൽ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാന അധ്യായത്തിലൊക്കെ പേടിച്ചരണ്ട് ഒരു റൂമിനകത്തിരിക്കുക. ആരെയാ പേടിക്കുന്നത്?
റോമൻ ഗവൺമെന്റിന്. എന്താ നിന്റെ പേടി? എന്നെയും കൊണ്ടുപോകും, എന്നെ അറസ്റ്റ് ചെയ്യും. ഈ പേടിച്ചിരുന്ന ശിഷ്യന്മാര്, നമ്മളിങ്ങനെ പറയത്തില്ലേ, സ്വർണം തീക്കകത്തോടെ പോയി പുറത്തേക്ക് നല്ല കീടം നീങ്ങി ശുദ്ധി ചെയ്ത് തിളങ്ങുന്നതായിട്ട് പുറത്തു വരുന്നത് പോലെ 2-ാം അധ്യായത്തിൽ പേടിച്ചരണ്ടിരുന്നവര് മർക്കോസിന്റെ മാളിയൂരിൽ കൂടി വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അവരിരുന്ന സ്ഥലം മുഴുവനും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അവർ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. അതിന്റെ തൊട്ടപ്പുറത്ത് പരസ്യമായി ഇവർ എഴുന്നേറ്റ് നിന്ന് അവൻ സ്വത്രം വെല്ലുവിളിച്ചോണ്ട് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ഞങ്ങളുടെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. ഭയപ്പെടുന്ന ചിലര്, ചില വിഷയങ്ങളിൽ നിവർന്ന് നിൽക്കാൻ കഴിയാതെ പോലെ മനസ്സിൽ ഭാരം നിറഞ്ഞിരിക്കുന്ന ചിലര്, ഇതിനകത്തിരിക്കുന്ന ദൈവമൈതലേ, നിന്നോട് വ്യക്തിപരമായി ഞാൻ പരിശുദ്ധാത്മാവിൽ ചോദിക്കുക, പലപ്പോഴും ഭയം നിന്നെ നിഴലിടാറുണ്ടോ? ചില വിഷയങ്ങളുടെ മുമ്പിൽ ഭയപ്പാടോടെ അമർന്നിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ ഇതാ പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് ആവശ്യം നീ ആത്മസാന്നിധ്യത്തിലേക്ക് ഒന്ന് കയറണം, അഭിഷേകത്തിലേക്ക് ഒന്ന് കയറണം, അന്യഭാഷ പ്രാപിക്കണം. ആ ഭയം നിന്നെ വിട്ടുമാറും, ആ നിരാശ നിന്നെ വിട്ടുമാറും. ഒരു പുതിയ വ്യക്തിയെ പോലെ നീ തുടങ്ങുന്ന ഒരു മുത്തായി മാറുന്ന അനുഭവമാണ് ഈ അനുഭവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതാണ് എഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം പറയുന്നത്. ഞാൻ എൻ്റെ ആത്മാവിനെ, എഹെസ്കേൽ 36-ന്റെ 27 പറയുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. എഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായത്തിന്റെ 27-ാം വചനം. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. എന്തിന് അന്യഭാഷ പറയണം? എന്തിന് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം? എന്തിന് പരിശുദ്ധാത്മാവിനുള്ള ഒരു ജീവിതം നടത്തണം? ഉത്തരം, എൻ്റെ ഉള്ളിൽ ഒരു അലാറം സെറ്റ് ചെയ്യാൻ. തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഭയങ്കരമായി അലാറം അടിക്കുന്നത് പോലെ. ഒരിക്കലൊരു ഗ്രാമത്തിൽ, ആ ഗ്രാമത്തിലേക്കുള്ള ഇലക്ട്രിസിറ്റി നഷ്ടപ്പെട്ടു. അവിടേക്കുള്ള ട്രാൻസ്ഫോമർ കൊണ്ടുവരണമെങ്കിൽ ചുമന്നുകൊണ്ട് കൊണ്ടുവരണം. മല മുഴുവനും ട്രാൻസ്ഫോമർ ചുമന്ന് കയറ്റണം. അതുകൊണ്ട് അങ്ങോട്ടുള്ള ട്രാൻസ്ഫോമർ വൈകി, ആഴ്ചകളായി, മാസങ്ങളായി. ഇരുട്ടാകുമ്പോഴേക്കും മണ്ണെണ്ണയൊന്നും സുലഭമല്ലാത്ത ആ സ്ഥലത്ത് ആളുകൾ ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും. പക്ഷേ ഒരു വൃദ്ധയായ മാതാവ് തൻ്റെ വീടിൻ്റെ മുൻപിൽ ഒരു മെഴുകുതിരി കത്തിക്കും. എല്ലാ ദിവസവും അത് ചെയ്യും. ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം ഒന്നിച്ച് പറഞ്ഞു, അമ്മച്ചി, ഈ ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് എന്താ കാര്യം? ഈ ഗ്രാമം മുഴുവനും വെളിച്ചം കൊടുക്കാൻ ഈ കുഞ്ഞും മെഴുകുതിരിക്ക് പറ്റുമോ? ആ അമ്മച്ചി മറുപടി പറഞ്ഞു, മോനെ, ഒരു ഗ്രാമത്തെ മുഴുവനും പ്രകാശിപ്പിക്കാൻ ഈ മെഴുകുതിരി പോരായിരിക്കാം, പക്ഷേ എൻ്റെ റൂമിൻ്റെ അകത്ത് എനിക്ക് പ്രകാശം തരാൻ ഇത് ഉപകരിക്കും. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ ഏവരും കേൾക്കുന്നൊരു ശബ്ദമുണ്ട്. റോമർ 8:14, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവുദാനം നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാകുന്നു. അതായത്, എന്തിനാണ് ഞാൻ അഭിഷേകം പ്രാപിക്കേണ്ടത്? എന്നെ പ്രകാശിപ്പിക്കാൻ. ഓരോ ദിവസങ്ങളിലും എൻ്റെ അകത്തുള്ള ഇരുട്ട് മുഴുവനും മാറ്റിക്കളയാൻ,
ഇരുട്ടുള്ളിടത്താണ് ക്ഷുദ്രജീവികൾ വസിക്കുന്നത്. ഇരുട്ടുള്ളിടത്താണ് പാറ്റ വളരുന്നത്. പാറ്റയെ ഓടിക്കാൻ അതിലേക്ക് ലൈറ്റ് അടിച്ചാൽ മതി, ജീവനം കൊണ്ട് ഓടും. നമ്മുടെ ഹൃദയത്തിനകത്ത് ഏതെങ്കിലും കോണിൽ അന്ധകാരം കുടിയിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ പുറത്താക്കാൻ അഭിഷേകം പ്രാപിക്കും. ഇതൊരു വെളിച്ചമായി നമ്മുടെ അകത്തേക്ക് ആവസിക്കണം. എന്നിൽ പരിശുദ്ധാത്മാവ് വസിക്കണം. പരിശുദ്ധാത്മാവിന്റെ ആലയമായിട്ട് ഞാൻ മാറണം. ഓരോ ദിവസങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ ശബ്ദം എനിക്ക് കേൾക്കണം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം എന്റെ അനുഭവമായിട്ട് മാറണം. പെന്തക്കോസ്തിന്റെ അനുഭവം എന്റെ അനുഭവമായി മാറണം. ഇതുവരെ അന്യഭാഷ പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് കൊതിയോടെ പറയണം, എനിക്കും അന്യഭാഷ പ്രാപിക്കണം കർത്താവേ. ഞാൻ അങ്ങയുടെ മകളല്ലേ, ഞാൻ അങ്ങയുടെ മകനല്ലേ, എനിക്കും ഇത് തരണമേ. ഒരു കാര്യം കൂടെ പറഞ്ഞാലേ പൂർത്തിയാകുള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ്, ദൈവസ്ഥൽ ഇരിക്കുന്നതിന് മുൻപേ ഏതെങ്കിലും അഴുക്കും പാപവും ഉണ്ടെങ്കിൽ അത് ഏറ്റുപറയുക. കർത്താവ് ഓർപ്പിക്കും. ആരോടെങ്കിലും സെറ്റിൽ ചെയ്യാനുണ്ടെങ്കിൽ മൊത്തം സെറ്റിൽ ചെയ്യുക. ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുക. ഭയങ്കരമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കണം, കൊതിക്കണം. എന്തിനാ കൊതിക്കുന്നറിയാം? അതിനാ ഞാൻ ഈ പറഞ്ഞതെല്ലാം പറഞ്ഞത്. എനിക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ, എൻ്റെ അകത്ത് കോൺഫിഡൻസ് കിട്ടാൻ, എൻ്റെ ഭയം നീങ്ങാൻ, ആത്മാവുള്ള ഈ മനുഷ്യനെ പോലെ വേറെ മനുഷ്യനെ കിട്ടുമോ എന്ന് സാക്ഷ്യം പറയാൻ, അവൻ ഭയം മാറാൻ, എനിക്ക് ഒരു വെളിച്ചമായി പ്രകാശിക്കാനാണ്. അതിനൊരു ഭയങ്കര ഒരു കൊതിയുണ്ടാകണം. ഭയങ്കര ഒരു കൊതിയുണ്ടാകണം. എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇതിലാണെന്ന് പറയണം. ജോൺ ന്യൂട്ടൺ എന്നൊരു മനുഷ്യന്റെ ഒരു അനുഭവം ഉണ്ട്. അദ്ദേഹം ഒരു അടിമ കച്ചവടക്കാരനായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ ഒരു ദിവസം വചനമൊക്കെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ നീച കച്ചവടം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുക. അടിമ കച്ചവടം, അടിമകളെ കൊണ്ട് വിൽക്കുന്ന അതുപോലത്തെ കച്ചവടം ചെയ്യുക. ജോൺ ന്യൂട്ടൺ ഒരു ദിവസം കടലിന്റെ നടുക്ക് വെച്ച് ഭയങ്കര ഈ കാറ്റും തിരമാലയും, ഇദ്ദേഹത്തിന്റെ കപ്പൽ ഇപ്പം മുക്കുമെന്നായപ്പം അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായി. അദ്ദേഹം അവിടെ നിന്ന് കരഞ്ഞു, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അകത്തൊരു തോന്നലുണ്ടായി, തിരിച്ചറിവുണ്ടായി, ഞാൻ ചെയ്യുന്ന നീച പ്രവൃത്തി ഞാൻ നിർത്തണം. അദ്ദേഹം നിർത്തിയപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര നഷ്ടങ്ങളുണ്ടായി. വീട്ടിൽ വന്ന് അദ്ദേഹം ഇതിനെ മുഴുവനും ധ്യാനിച്ചു. ഒരു മാറിയ മനുഷ്യനായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഞാൻ എത്ര നീചനായിരുന്നു. അദ്ദേഹം എഴുതിയ പാട്ടാണ് അമേസിംഗ് ഗ്രേസ്, ഹൗ സ്വീറ്റ് the sound that called a wretch like me. It was His grace. ഞാൻ അർഹതപ്പെട്ടതല്ല, കൃപയാണ് എന്നെ രക്ഷിച്ചത്. ഇതുപോലെ നീചനായിരുന്ന എന്നെ ഇത്ര മഹത്തായ കൃപയിലേക്ക് എന്റെ ദൈവം കൊണ്ടുവന്നല്ലോ. അതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത്. ഇതുപോലെ നമ്മൾ കൊതിക്കണം. മൂന്നാമത്, ആശങ്കയും ഭയവും എടുത്തങ്ങോട്ട് മാറ്റി വയ്ക്കണം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അത് അവർക്കൊക്കെ കിട്ടത്തുള്ളൂ, എനിക്കിത് കിട്ടത്തില്ല. മാറ്റി വയ്ക്കും. ഞാൻ പറയുന്ന അന്യഭാഷ ആയിരിക്കും, മാറ്റി വയ്ക്കും. നീ പറയുന്ന അന്യഭാഷ അല്ലെങ്കിൽ പോലും ദൈവസ്ഥലിൽ ഇരുന്ന് കൊതിക്കുമ്പോൾ അന്യഭാഷ അല്ലാതെ വേറെ എന്താ പറയുന്നത്? ഞാൻ പറയുന്നത് ഏത് ഭാഷയായിരുന്നാലും ഞാനത് പറയാൻ തയ്യാറാണെന്നങ്ങ് ചിന്തിച്ചു നോക്കി. അതല്ലേ നിന്ദിക്കപ്പെടാൻ തയ്യാറാകും. ഞാൻ ഇരുന്നുകൊണ്ട് അന്യഭാഷ പറയുമ്പോൾ ആൾക്കാർ കൂടെ എന്നെ തിരിച്ചു നോക്കിയാലോ? അതങ്ങോട്ട് മാറ്റി വയ്ക്കുക, എന്നാലേ അന്യഭാഷ പറയൂ. കാരണം ഇത് മലയാളം അല്ലല്ലോ, ഇത് ഇംഗ്ലീഷ് അല്ലല്ലോ, ഇത് അറിയാവുന്ന ഭാഷ അല്ലല്ലോ. സ്തോത്രം. അറിയാത്തൊരു ഭാഷ പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ കളിയാക്കുമെന്നുള്ള ആ ധാരണ ഉണ്ടല്ലോ, അതെടുത്തങ്ങ് മാറ്റി വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? പ്രാർത്ഥിക്കണം, ദൈവസ്ഥനിൽ ജാഗരിക്കണം, മനസ്സ് ഏകാഗ്രപ്പെടുത്തണം. ഏകാഗ്രപ്പെടുത്തി ദൈവസ്ഥനിൽ ഇരിക്കുമ്പോൾ വരുന്ന ഭാഷ വാ തുറന്നങ്ങ് പറയണം. ലജ്ജ കൂടാതെ പറയണം, മടി കൂടാതെ പറയണം. അപ്പോൾ നിങ്ങൾ അന്യഭാഷ പറയും. ഇതിനകത്തിരിക്കുന്ന ചിലരെങ്കിലും എൻ്റെ ദൈവമേ വരുന്ന ഞായറാഴ്ചയ്ക്ക് മുൻപേ എന്നെ അന്യഭാഷ കൊണ്ട് നിറയ്ക്കണമേ എന്ന് കൊതിക്കുമോ? ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും എൻ്റെ അപ്പാ ഇന്ന് തന്നെ എന്നെ അന്യഭാഷ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുമോ? എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയുടെ മകനല്ലേ, ഞാൻ അങ്ങയുടെ മകളല്ലേ, എനിക്കും വേണം അന്യഭാഷ. കൊതിയോടെ ദിവസം കാത്തിരിക്കുക. ഇത് പ്രത്യേകിച്ച് ഇവിടെ പറയാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടെന്ന്
എനിക്കറിയാം. കർത്താവിന്റെ വരവ് അടുത്തതുകൊണ്ട് ഇനിയും അധിക നാളില്ല. കർത്താവിന്റെ വരവിന് വേണ്ടി സ്ഥിരമായ ആത്മാവ് നമുക്ക് ആവശ്യമുണ്ട്. വീണുപോകാത്ത സ്ഥിരമായ ആത്മീയ ജീവൻ നമുക്ക് ആവശ്യമുണ്ട്. അതിനായി പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിലേ പറ്റൂ. കൊതിക്കണം, ആഗ്രഹിക്കണം. അതിനായിട്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആ ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു ഗാനം ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം.